മാതാപിതാക്കൾ അവരവർക്ക് വേണ്ടി ജീവിക്കണം. ഈ നമ്മുടെ നാട്ടിലെ ഒരു റൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവർ ജീവിക്കാൻ മറക്കുന്നു, അച്ഛനും അമ്മയും പിന്നെ ജീവിക്കാൻ മറക്കുന്നു. എല്ലാം മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവരവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അവരവർക്ക് വേണ്ടി അവർ ജീവിക്കാറില്ല. നമ്മൾ എപ്പോഴും ഒരു നല്ല ലൈഫ് പ്ലാനിങ് വേണം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫൈനാൻഷ്യൽ പ്ലാനിങ്. ഈ കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ ശരിയാണ്, കുട്ടികളുടെ പഠിത്തത്തിനുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ സെപ്പറേറ്റ് സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ അവർ മുതിർന്നു കഴിഞ്ഞാൽ അവരെ കല്യാണമോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. അറ്റ് ദ സെയിം ടൈം ഈ മാതാപിതാക്കൾ മറന്നു പോകുന്ന കാര്യം, അവർക്ക് ഭാവിയിൽ പ്രായമാകുമെന്നും അവർ റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് വേണ്ടി നല്ല ഒരു അസറ്റ് ഉണ്ടാക്കണമെന്നും നമ്മളുടെ എല്ലാ മാതാപിതാക്കളും മറന്നു പോകും. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം റിട്ടയർമെൻറ്റിൽ നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. മക്കളെ നോക്കേണ്ടതും മക്കളെ പഠിപ്പിക്കേണ്ടതും വളർത്തേണ്ടതുമൊക്കെ ഒരു പാരൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് അവർ ചെയ്യുകയും വേണം. അറ്റ് ദ സെയിം ടൈം നമ്മൾ സ്വയം ജീവിക്കാൻ മറന്നിട്ട് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് നേടിക്കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പം നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബൈക്ക് വേണം എന്ന് കുട്ടികൾ പറയുകയാണെങ്കിൽ ലോൺ എടുത്തും ഇത് ചെയ്തും നമ്മുടെ റിട്ടയർമെൻറ്റിൽ നിന്ന് ഫണ്ട് വലിച്ചും അത് വാങ്ങിക്കൊടുക്കരുത്. ഒരു കാരണവശാലും വാങ്ങിക്കൊടുക്കരുത്. കുട്ടികളോട് പറയേണ്ടത്, നിങ്ങൾ പഠിക്കൂ, നല്ല ജോലി മേടിച്ച് സ്വന്തം പൈസ കൊടുത്ത് നിങ്ങൾ ഇഷ്ടമുള്ള ബൈക്ക് മേടിച്ചോളൂ. അച്ഛനും അമ്മയ്ക്കും ഇതിനുള്ള സാഹചര്യമേ ഉള്ളൂ. നിങ്ങളങ്ങ് സഹിക്കുക. നിങ്ങൾക്ക് ബെറ്റർ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല എഡ്യൂക്കേഷൻ തന്നിട്ടുണ്ട്, നിങ്ങൾ അത് വെച്ച് ജോലി നേടി സാധനം മേടിക്കൂ. അല്ലാതെ വീട്ടിൽ വന്നിട്ട് വഴക്കുണ്ടാക്കി ഒരു സാധനത്തിന് വേണ്ടി ബഹളം വയ്ക്കുകയല്ല വേണ്ടത്. പക്ഷേ ഇന്ന് പലപ്പോഴും നാളെ അച്ഛനമ്മമാർ പോലും ഇപ്പം ഒരു വീട് വെക്കുന്നു, അവർക്ക് ജീവിക്കാൻ ഒരു വീട് വേണം വയ്ക്കാൻ, അല്ലാതെ നാട്ടുകാരെ ഫ്രണ്ടിൽ പ്രഹസനം കാണിക്കാനല്ല. ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേയാളുടെ മോൻ ഈ ബൈക്കിൽ പോകുന്നു, അപ്പോൾ പിന്നെ എൻ്റെ മോൻ ആ ബൈക്കിൽ പോയില്ലെങ്കിൽ മോശമല്ലേ എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഈ പ്രഹസനങ്ങൾ വരുന്നത്. എനിക്കും കാണിക്കണം, ഞാനെന്താ മോശക്കാരാണോ, അല്ലെങ്കിൽ എൻ്റെ മോൻ മോശമാകുമോ, എൻ്റെ മകൾ മോശമാകുമോ, അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. നമുക്കിതാണുള്ളത്. നമ്മളുടെ സ്ട്രിക്റ്റ് ഫൈനാൻഷ്യൽ പ്ലാനിങ്ങും നമ്മുടെ ലൈഫ് പ്ലാനിങ്ങിൽ നിന്ന് നമ്മൾ മാറാൻ പാടില്ല. ഒരുപാട് പ്രലോഭനങ്ങളുണ്ടാകും. ഒരുപാട് രീതിയിൽ നിന്നും നമുക്ക് അതിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകാനുള്ള ഒരുപാട് ചാൻസസും കൂടുതൽ ചാൻസസ് അതിനാണ് ഉണ്ടാവുക. പക്ഷെ നമ്മളുടെ വിൽ പവർ എന്ന് പറയുന്നത് നമ്മളുടെ പ്ലാൻസിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. പലരും കളിയാക്കുമായിരിക്കും. മൈൻഡ് ചെയ്യരുത്. സ്റ്റിക്ക് ടു യുവർ പ്ലാൻസ്.